നൈജീരിയയിലെ ക്രൈസ്തവ വേട്ടക്കാരായ ഫുലാനികളുടെ ഇടയിൽ നിന്ന് ഒരു സുവിശേഷകൻ, മുസ ബെല്ലോ. ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആക്രമണത്താൽ നൈജീരിയൻ മണ്ണ് ക്രൈസ്തവ രക്തം കൊണ്ട് ചുവന്നു കഴിഞ്ഞു. ക്രൈസ്തവ ഉന്മൂലനത്തിനൊപ്പം ഭൂമിയും സ്വത്തുക്കളും കൈക്കലാക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ നൈജീരിയയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൊക്കോഹറാം, ഫുലാനികൾ, ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങി ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്ന സംഘങ്ങളിൽ ഇപ്പോൾ പ്രമുഖ സ്ഥാനങ്ങളിലുള്ളത് ഫുലാനികളാണ്. ക്രൈസ്തവ വേട്ടയിൽ മരണം പെയ്യുന്ന നൈജീരിയയിൽ നിന്നാണ് മുസ ബെല്ലോ എന്ന സുവിശേഷകന്റെ ജ്വലിക്കുന്ന ജീവിതാനുഭവങ്ങൾ പുറത്തുവരുന്നത്. ക്രൈസ്തവ വേട്ടക്കാരായ ഇസ്ലാമിക ഫുലാനികളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് മുസ ബെല്ലോ എന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ ധീരമായ സുവിശേഷ സാക്ഷ്യം. വധഭീഷണിയും ആക്രമണവും കള്ളക്കേസുകളെയും അതിജീവിച്ച് മരണത്തെ മുഖാമുഖം കണ്ടുള്ള മുസ ബെല്ലോയുടെ ധീരതയ്ക്ക് മുന്നിൽ ലോകമെങ്ങുമുള്ള വിശ്വാസി സമൂഹം ശിരസ് നമിക്കുകയാണ്. നൈജീരിയയിലെ കഡുന സ്റ്റേറ്റിലെ കജുരു കൗണ്ടിയിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ബെല്ലോയുടെ ജീവിതം 2018 അത്ഭുതകരമായ ദൈവിക അനുഭവം കൊണ്ട് മാറിമറിയുകയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട മുസ ബെല്ലോ സ്വയം പഠിച്ചാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത്. തീവ്ര ഇസ്ലാമിക പാരമ്പര്യങ്ങൾ പുലർത്തിയിരുന്ന ഫുലാനി സമൂഹത്തെ അമ്പരിപ്പിച്ചുകൊണ്ടുള്ള മുസ ബെല്ലോയുടെ മാറ്റം കടുത്ത എതിർപ്പുകൾക്ക് ഇടയാക്കി. മുസ ബെല്ലോയ്ക്കും കുടുംബത്തിനും കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. നിരവധി തവണ വധശ്രമങ്ങളുണ്ടായി. എന്നാൽ എതിർപ്പുകളെ അവഗണിച്ച് ഫുലാനി മുസ്ലിം സമുദായങ്ങളിൽ തന്നെ സുവിശേഷ പ്രഘോഷണവുമായി രംഗത്തിറങ്ങുകയായിരുന്നു മുസ ബെല്ലോ. ക്രൈസ്തവ വേട്ടകൾക്ക് ശേഷം കാടുകളിൽ ഒളിത്താവളങ്ങളിൽ കഴിഞ്ഞിരുന്നവരോട് തന്നെ സുവിശേഷം പ്രഘോഷിച്ച മുസ ബെല്ലോയുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമായെങ്കിലും നിരവധി പേരെ അദ്ദേഹം വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അറസ്റ്റും മർദ്ദനവും അടക്കം ഭീകരമായ വെല്ലുവിളികളെ നേരിട്ടെങ്കിലും മുസ ബെല്ലോ തന്റെ ശുശ്രൂഷ തുടരുകയാണ്. 2024 അബുജയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ട ബെല്ലോയ്ക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു. ആയുധക്കൊള്ള എന്ന കുറ്റം ആരോപിച്ചായിരുന്നു പോലീസ് അറസ്റ്റ്. എന്നാൽ വിശ്വാസ പ്രഘോഷണത്തിനുള്ള എതിർപ്പുകളായിരുന്നു യഥാർത്ഥ കാരണം. സുവിശേഷ പ്രഘോഷണം ഞാൻ ഉപേക്ഷിക്കില്ലെന്നും യേശുക്രിസ്തു എന്നെ സംരക്ഷിക്കുമെന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ബെല്ലോ പറഞ്ഞു. ബെല്ലോയ്ക്കും കുടുംബത്തിനും വേണ്ടി ലോകമെമ്പാടുമുയർന്ന പ്രാർത്ഥനകൾക്ക് ഭാര്യ മറിയം നന്ദി പറഞ്ഞു. ഈ വർഷം മാർച്ചിലും ജൂലൈയിലും അപകടകരമായ ആക്രമണങ്ങൾക്ക് ബെല്ലോ ഇരയായെങ്കിലും രക്ഷപ്പെടുകയായിരുന്നു. നൈജീരിയയിൽ ജനസംഖ്യയിൽ പകുതിയോളം പേർ ക്രൈസ്തവരാണെങ്കിലും നിലനിൽപ്പിനായുള്ള ചെറുത്തുനിൽപ്പിലാണ് ക്രൈസ്തവ സമൂഹം. മുസ ബെല്ലോയെ പോലുള്ളവരുടെ ജീവിതം നൈജീരിയയിലെ മതസ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന് പുതിയ പ്രകാശം പകരുകയാണ്. നൈജീരിയയുടെ ദക്ഷിണ മേഖലയിൽ ക്രൈസ്തവർക്കാണ് മുൻതൂക്കം. മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഇവിടെ താരതമ്യേന കുറ്റകൃത്യ നിരക്കും കുറവാണ്. മുസ്ലിം ഭൂരിപക്ഷമായ വടക്കൻ പ്രദേശങ്ങളിൽ ക്രൈസ്തവരടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ വംശഹത്യക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. മധ്യദേശത്ത് ക്രൈസ്തവ മുസ്ലിം ജനസംഖ്യ ഏകദേശം തുല്യമാണ്. ഇവിടെ ഫുലാനി ഇസ്ലാമിക തീവ്രവാദികൾ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തിവരികയാണ്. ഇതിനിടയിലാണ് ഫുലാനികളിൽ നിന്ന് തന്നെ പരിവർത്തനം ചെയ്ത മുസ ബെല്ലോയുടെ തീവ്രമായ സുവിശേഷ സാക്ഷ്യം.